നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചു എന്ന കേസിൽ അർജുൻ ആയങ്കി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസാണിത്. അതുകൊണ്ട് തന്നെ അർജുനെ എറണാകുളം കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നിലവിലെ നീക്കം. കേസിൽ മൊബൈൽ ഫോൺ അടക്കം നിർണായക തെളിവുകൾ സൈബർ സംഘം ശേഖരിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചു എന്ന കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിലായിരുന്നു അർജുൻ ആയങ്കി. ഇനി ഈ കേസിലും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. അർജുൻ ആയങ്കി വീണ്ടും തലശ്ശേരി കോടതിയിലാണ് ഹാജരാക്കുക. കഴിഞ്ഞ ദിവസം അർജുൻ ഒളിവിൽ കഴിഞ്ഞ തളിപ്പറമ്പിലും പയ്യന്നൂരിലും പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു. അർജുന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകളും പോലീസ് കണ്ടെത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇടാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ഫോണാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപത്തെ ഷൂറാക്കിനുള്ളിൽ നിന്നായിരുന്നു മൊബൈൽ ഫോൺ കിട്ടിയത്. പോലീസ് ഉദ്യോഗസ്ഥരെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് താൻ തന്നെയാണ് എന്നാണ് അർജുൻ ആയങ്കി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിൽ നിന്നുള്ള വൈഫൈ കണക്ഷനാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചതെന്നും അർജുൻ ആയങ്കി പോലീസിനോട് പറഞ്ഞതായാണ് വിവരം. അതേസമയം നേരത്തെ കണ്ണൂർ സൈബർ എസ്എച്ച്ഒയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു. ആഭ്യന്തരമന്ത്രിയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും വെല്ലുവിളിച്ച് FB പോസ്റ്റ് ഇട്ടത് താൻ തന്നെയാണെന്നാണ് അർജുൻ പറഞ്ഞിരിക്കുന്നത്. പോലീസിന് നേരെ വെല്ലുവിളി ഉയർത്തിയ അർജുൻ ആയങ്കിക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ പ്രതികരണമാണ് അതായത് അർജുൻ ആയങ്കിയെ ചൊടിപ്പിച്ചത്. ധൈര്യമുണ്ടെങ്കിൽ പോലീസ് തന്നെ പിടിക്കട്ടെ എന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ ആദ്യത്തെ വെല്ലുവിളി. ഇതിനു മറുപടിയായി പോലീസിനെ വെല്ലുവിളിച്ചവർക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണാമെന്നായിരുന്നു ചെന്നിത്തല പറഞ്ഞത്. ഗുണ്ടകളെയും ക്രിമിനലുകളെയും നേരിടാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി എന്നോണം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അർജുൻ ആയങ്കി പങ്കുവച്ചത്. ഇനി എന്താ വരുന്നതെന്ന് നോക്കൂ എന്നൊക്കെയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നത്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും പ്രതിചേർക്കപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട കേസിനെ പറ്റി പുനരന്വേഷണത്തിന് ഉത്തരവിടാൻ ശേഷം ഞാൻ നിരപരാധിയാണെങ്കിൽ കള്ളക്കേസെടുത്ത് അധികാര ദുർവിനിയോഗം ചെയ്ത CI പ്രശാന്തിനെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. എങ്കിൽ ഞാൻ താങ്കളെ നേരിട്ട് വന്ന് പൊന്നാട അണിയിക്കാൻ ഒരു ഉമ്മ തരും, അല്ലാണ്ട് വിരട്ടരുത്, വളർന്ന പാർട്ടി വേറെയാണ് എന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിൽ വിരട്ടരുത്, വളർന്ന പാർട്ടി വേറെ എന്ന വാക്കുകളാണ് അക്ഷരാർത്ഥത്തിൽ അതൊരു വെല്ലുവിളി സ്വരമായി ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് അതിന് കേസെടുത്തത്. ആദ്യം CIയെ ഭീഷണിപ്പെടുത്തുന്നു, അത്തരത്തിൽ CIക്കെതിരെ സംസാരിക്കുന്നു, പിന്നീട് ആഭ്യന്തരമന്ത്രിക്കെതിരെ സംസാരിക്കുന്നു, മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം കേസ് ചുമത്തിയിരിക്കുകയാണ്. നിലവിൽ എന്തായാലും പോലീസ് കസ്റ്റഡിയിലായിരുന്നു, കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് കസ്റ്റഡി കാലാവധി തീരുകയാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി മറ്റൊരു കേസിൽ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലവിലെ നീക്കം. അതേസമയം 21 ദിവസം വിവിധയിടങ്ങളിൽ നിന്ന് സാമൂഹിക മാധ്യമങ്ങളുടെ സന്ദേശമയച്ച ആയങ്കിയുടെ അവസാനത്തെ വീഡിയോ സന്ദേശം കണ്ണൂരിലെ അഭിഭാഷകയുടെ വീട്ടിൽ നിന്നായിരുന്നു. ആയങ്കിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് സൈബർ ക്രൈം പോലീസ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. ശനിയാഴ്ച രാത്രി ഈ വീട്ടിലെ വൈഫൈ ഉപയോഗിച്ചാണ് സന്ദേശം അയച്ചത്. ആയങ്കി അയച്ച എല്ലാ വീഡിയോ സന്ദേശങ്ങളും സുഹൃത്തുക്കളുടെയോ സ്ഥാപനങ്ങളുടെയോ വൈഫൈ ഉപയോഗിച്ചാണെന്നും സൈബർ സംഘം കണ്ടെത്തി. സാമൂഹ്യ മാധ്യമങ്ങളോട് ആയങ്കി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിന്റെ ഉള്ളറകൾ തേടി സൈബർ ക്രൈം പോലീസ് ഫേസ്ബുക്കിന് അപേക്ഷ നൽകി. സന്ദേശം പുറപ്പെടുവിച്ച സ്ഥലങ്ങൾ, ആരുടെയൊക്കെ വൈഫൈ ആണ് ഉപയോഗിച്ചത് തുടങ്ങിയവ ശാസ്ത്രീയമായി കണ്ടെത്താൻ IP, IPDR തുടങ്ങിയവ പരിശോധിക്കും. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ പ്രകാരം ഇന്റർനെറ്റ് ഡേറ്റ ശേഖരിക്കും. ആയങ്കിയുടെ മൊബൈൽ ഫോൺ മക്സർ തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഫോറൻസിക് ലാബിലേക്ക് ശാസ്ത്രീയ പരിശോധന നടത്തും. കേരള പോലീസിൽ നല്ല വിശ്വാസമുണ്ടെന്നും പോലീസ് എന്നെ മുഴുവനായും വെല്ലുവിളിച്ചിട്ടില്ലെന്നുമാണ് ആയങ്കി നൽകിയിരിക്കുന്ന മൊഴി. കോതമംഗലം ഇൻസ്പെക്ടറുമായി പ്രശ്നങ്ങളുണ്ട്, അക്കാര്യങ്ങൾ കോടതിയിൽ പറയും. സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ സന്ദേശം അയച്ചത് താൻ തന്നെയാണ്, ആരുടെ സഹായം തനിക്ക് കിട്ടിയിട്ടില്ല, വൈഫൈ ഉപയോഗിച്ചാണ് സന്ദേശങ്ങൾ അയച്ചതെന്നും ആയങ്കി മൊഴി നൽകി. അതേസമയം പോലീസിനെ ആഭ്യന്തരമന്ത്രിയും വെല്ലുവിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത അർജുൻ ആയങ്കി ഒരു ദിവസം മുഴുവൻ കാറിൽ കണ്ണൂരിൽ ചുറ്റിക്കറങ്ങിയെന്ന നിർണായക വിവരവും കൂടി അന്വേഷണ സംഘം കണ്ടെത്തി. ആയങ്കിയെ പിടിക്കാൻ ജില്ലകൾ തോറും രഹസ്യമായി രൂപവൽക്കരിച്ച അന്വേഷണ സംഘം കാറിളക്കി പരിശോധന നടത്തുകയായിരുന്നു. അപ്പോഴാണ് കാറിൽ ഇത്തരത്തിലൊരു സഞ്ചാരം ആയങ്കി നടത്തിയത്. അഴീക്കോട്ടെ സുഹൃത്തിൻ്റെ കാറിലായിരുന്നു യാത്ര നടത്തിയത്. സുഹൃത്ത് ജോലി ചെയ്യുന്ന മട്ടന്നൂരിലെ മരുതായിൽ 2 മണിക്കൂർ ചിലവഴിച്ചു. കണ്ണൂരിനും മട്ടന്നൂരിനും ഇടയിലുള്ള 2 സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണവും മദ്യവും വാങ്ങി കാറിലിരുന്ന് കഴിച്ചു.
5-ന് ഉച്ചയോടെയാണ് ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള കാറിൽ ആയങ്കി കണ്ണൂരിലെത്തിയതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. പുതിയതെരു പനങ്കാവിലെ വീട്ടിന് മുന്നിൽ കാർ ഉപേക്ഷിച്ചു. തുടർന്ന് സുഹൃത്തിന്റെ കാറിൽ തളിപ്പറമ്പിലെ വീട്ടിൽ പോയി. 6-ാം തീയതി രാവിലെ സുഹൃത്ത് കാറുമായി വന്നു. ആയങ്കിയുമായി ഒരു ദിവസം മുഴുവൻ കാറിൽ കറങ്ങി. രാത്രിയോടെ വീണ്ടും തളിപ്പറമ്പിൽ. വെള്ളിയാഴ്ച രാവിലെ പയ്യന്നൂരിലേക്ക് പോയി കാട് ചുറ്റപ്പെട്ട വീട്ടിലാണ് താമസിച്ചത്. അടുത്ത ദിവസം വീണ്ടും തളിപ്പറമ്പിൽ. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:15 അഭിഭാഷകയെ കാണാൻ കണ്ണൂർ താളിക്കാവിലെ അപ്പാർട്ട്മെന്റിലെത്തി. ഞായറാഴ്ച പുലർച്ചെ 2:15 അറസ്റ്റിലാവുകയും ചെയ്തു. അതേസമയം ആയങ്കിയുടെ അറസ്റ്റിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകൾ ഏറ്റവും പ്രധാനമാണ്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ല എന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാകും അനുഭവം. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേരളം ഗുണ്ടകളുടെ നാടല്ലെന്നും സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേരളം ഗുണ്ടകളുടെ പറദീസയല്ല. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നവർ ആരായാലും കർശന നടപടി ഉണ്ടാകും. ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. മാത്രമല്ല ഇതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഓണക്കാലം കൂടി മുൻനിർത്തി നടപടികൾ ഊർജിതമാക്കും. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെ ലിസ്റ്റുകൾ പ്രകാരം ഗുണ്ടകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. ഏത് സംരക്ഷണം കിട്ടിയാലും ഇത്തരം ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞ മെയ് മാസമാണ് സംഘടിത കുറ്റകൃത്യത്തിനായി ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ സുഹൃത്തിന്റെ വിവാഹത്തിലെത്തിയ അർജുൻ ആയങ്കി മറ്റ് 6 പേരെയും കോതമംഗലം SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുന്നത്. പിന്നാലെ 21 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് കോതമംഗലം SHOയ്ക്കെതിരെ ഭീഷണി സന്ദേശം മുഴക്കുന്ന കുറിപ്പ് അർജുൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. പെൻഷൻ വാങ്ങി ശിഷ്ടകാലം തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഭീഷണി. ഇതിലാണ് ഊന്നുകൽ പോലീസ് കേസെടുത്തത്. പിന്നാലെയാണ് തുടരെ ഫേസ്ബുക്ക് സന്ദേശങ്ങൾ വരുന്നു. അതിൽ ചില വാചകങ്ങളൊക്കെ ഒരു ഭീഷണിയായി അല്ലെങ്കിൽ വെല്ലുവിളി സ്വരമായി മാറുന്നു. എന്തായാലും അർജുൻ ആയങ്കി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ വാങ്ങുക എന്ന അടുത്ത ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. ടോട്ടൽ നിരവധി കേസുകൾ ചുമത്തിയിട്ടുണ്ട്. ഈ കേസുകളിലെല്ലാം അന്വേഷണം പുരോഗമിക്കുകയാണ്. മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നത് നിർണായകമായിരുന്നു. അത് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.